അയോഗ്യനാക്കപ്പെട്ട MLA ഇപ്പോഴും ഔദ്യോഗിക പാർപ്പിടത്തിൽ. സംസ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെട്ടിട്ടും MLA ഹോസ്റ്റലിൽ തുടരുകയാണ് ആന്റണി രാജു MLA. ഹോസ്റ്റലിലെ ചന്ദ്രഗിരി ബ്ലോക്കിലെ 1-ാം നിലയിലെ മുറി ഇപ്പോഴും ആന്റണി രാജുവിൻ്റെ പേരിൽ തന്നെ. ജനം എക്സ്ക്ലൂസീവ് MS വീണ ചേരുകയാണ്. വീണ, ഒന്ന്, തൊണ്ടിമുതൽ കേസിൽ അയോഗ്യനാക്കപ്പെട്ടു എന്നത് ഒരു വിഷയം. 2, അങ്ങനെയൊരു MLA ഇപ്പോഴും MLA ഹോസ്റ്റൽ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ചട്ടലംഘനമാണെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു വിവരങ്ങൾ? തീർച്ചയായും ഗൗതം, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജനൻ TV പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. കാരണം MLA സ്ഥാനത്ത് നിന്ന് സുപ്രീം കോടതിയുടെ തന്നെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചാണ് അയോഗ്യനാക്കപ്പെട്ട MLAയും മുൻ മന്ത്രിയുമൊക്കെയായ ആന്റണി രാജു ഇപ്പോഴും MLA പദവി കൊണ്ട്, അതായത് ഔദ്യോഗിക പദവി മൂലം ലഭിക്കുന്ന പാർപ്പിടവും വാഹനവും ഒക്കെ ഉപയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ചട്ടവിരുദ്ധമായി തന്നെ ആന്റണി രാജു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിൽ ഇപ്പോഴും മുറിയുണ്ട് എന്നുള്ളതാണ്. ചന്ദ്രഗിരി ബ്ലോക്കിലെ 1-ാം നിലയിലാണ് മുറിയുള്ളത്. അത് ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല. ആന്റണി രാജു ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിയമസഭ സെക്രട്ടേറിയറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അയോഗ്യനാക്കി എന്നുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. ആ ഉത്തരവ് ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ മുറി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്നുള്ളത്, ആ കേസിൽ തൊണ്ടിമുതലിൽ തിരിമറി നടത്തി എന്ന് കണ്ടെത്തുകയും തുടർന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് കോടതി 3 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. ആ 3 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ഈ ജനപ്രാതിനിധ്യ നിയമം എന്ന് പറയുന്നത് 2 വർഷമോ അതിലധികമോ കുറ്റകൃത്യം ചെയ്തത് തെളിയിക്കപ്പെട്ട് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ MPയോ MLAയോ സ്ഥാനത്തിരിക്കുന്നവർ അവർ ഈ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെടും എന്നുള്ളതാണ്. ആ നിയമമാണ് ആന്റണി രാജുവിന്റെ കാര്യത്തിൽ നടപ്പായിട്ടുള്ളത്. എന്നാൽ നടപ്പായിട്ട് പോലും ഇപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടില്ല. അതിന് കീഴ്വഴക്കം, അതായത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ആന്റണി രാജു ഇപ്പോഴും ആ മുറി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആ മുറിക്ക് മുന്നിൽ ആ ഡോറിൽ ഇപ്പോഴും ആന്റണി രാജുവിന്റെ പേര് തന്നെയാണ് ഉള്ളത്. ആ ബോർഡ് പോലും എടുത്തു മാറ്റിയിട്ടില്ല. അതായത് അതിനർത്ഥം ആന്റണി രാജു തന്നെയാണ് ഇപ്പോഴും ആ മുറി ഉപയോഗിക്കുന്നത്. MLA സ്ഥാനം നഷ്ടമായിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു സ്ഥാനത്തിരുന്ന ആ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടും, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടിട്ടും യാതൊരുവിധ യോഗ്യതയും ഇല്ലാതെ ആ MLAക്ക് അനുവദിച്ചിരിക്കുന്ന ആ മുറി ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതിന് വിമർശനങ്ങൾ കൂടി നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഉയരും എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. കാരണം MLA ഒഴിഞ്ഞു പോകേണ്ടതാണ്. എപ്പോഴാണ് ആ ഒരു ഉത്തരവ് കയ്യിൽ കിട്ടുന്നത്, ആ ഉത്തരവ് കിട്ടുന്ന പശ്ചാത്തലത്തിൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ തനിക്ക് ഔദ്യോഗികമായി ലഭിച്ച പാർപ്പിടമാണെങ്കിലും വാഹനമാണെങ്കിലും ഒക്കെയുള്ള കാര്യങ്ങൾ തിരികെ നൽകേണ്ടതാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാൻ ആന്റണി രാജു തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനം, 15-ാം നിയമസഭാ സമ്മേളനമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ പോലും മറ്റ് MLAമാരടക്കം അവിടെ ഉണ്ട്. അതായത് ആ 1-ാമത്തെ ബ്ലോക്കിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ സണ്ണി ജോസഫ് അടക്കമുള്ള MLAമാരടക്കം താമസിക്കുന്നത്. ഇവരാരും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലും ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷമടക്കം പല വിഷയങ്ങളിലും നിയമസഭയിൽ ഘോരഘോരം പ്രസംഗിക്കുകയും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇക്കാര്യത്തിലും പ്രതിപക്ഷം മൗനം പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബ്ലോക്കിൽ തന്നെയാണ്, ആ ബ്ലോക്കിൽ തന്നെയാണ് സണ്ണി ജോസഫിന് മുറിയുള്ളത്. ഇതാരും ബന്ധപ്പെട്ട അധികാരികളാണെങ്കിലോ മറ്റ് MLAമാരാണെങ്കിൽ പോലും പ്രതിപക്ഷത്തുള്ളവർ പോലും അത് ചൂണ്ടിക്കാണിക്കുന്നില്ല. ഗുരുതരമായിട്ടുള്ള ഒരു ചട്ടലംഘനം നടന്നിട്ട് പോലും അത് ആ സ്ഥാനത്ത് നിന്ന് മാറിയെന്ന്, അതായത് MLA സ്ഥാനം നഷ്ടപ്പെട്ടിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം രംഗത്തെത്തുമ്പോൾ പോലും വലിയൊരു ഗുരുതര വീഴ്ച ഉണ്ടായിട്ട് പോലും ബന്ധപ്പെട്ട അധികാരികൾ പോലും ആ നടപടി സ്വീകരിക്കുന്നില്ല. നിയമസഭാ സെക്രട്ടേറിയറ്റ് പോലും ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ്. ആ ഇടപെടൽ നടത്താത്തതിൻ്റെ വ്യക്തമായ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ പ്രേക്ഷകരിൽ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഗൗതം. ഓക്കെ വീണ, എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അയോഗ്യനാക്കപ്പെട്ട MLA ഇപ്പോഴും MLA ഹോസ്റ്റൽ ഉപയോഗിക്കുകയാണ്. ആന്റണി രാജു ഈ രീതിയിൽ വീണ്ടും ചട്ടലംഘനം നടത്തുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് MS വീണ തിരുവനന്തപുരത്ത് നിന്നും പ്രേക്ഷകർക്കായി പങ്കുവച്ചത്.